നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം തിരുലിഖിതം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് നിഷേധി നീ കാല് തട്ടി വീഴും എന്നതിനെക്കുറിച്ചാണ്. ജെറമ്യ പ്രവചനത്തിൽ 50-ാം അധ്യായത്തിൽ 32-ാം തിരുലിഖിതം. അഹങ്കാരി നീ കാല് തട്ടി വീഴും, നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗരാജ്യത്തിൻ്റെ ഉന്നതമായ ഒരു ശക്തി പ്രവാഹത്തിലേക്ക് എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലുള്ള ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന ആയിരക്കണക്കിന് ദൈവമക്കളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ബേബി. വീട് തൃശ്ശൂർ ജില്ലയിലുള്ള പീച്ചി ഡാം വെള്ളക്കാരിത്തടം ഇടവക. എൻ്റെ കഴുത്തിൽ ഒരു മുഴ വന്നു. 2007 ഡിസംബർ മാസത്തിൽ അത് കീറി. എന്നാൽ വീണ്ടും മറ്റൊരു മുഴ വന്നു, അതും കീറിക്കളഞ്ഞു. അങ്ങനെ 6 മുഴകൾ അടുപ്പിച്ചടുപ്പിച്ച് എൻ്റെ കഴുത്തിൽ വന്നു. അത് 6 കീറിക്കളഞ്ഞെങ്കിലും ടെസ്റ്റുകൾ മുഴുവൻ നടന്നെങ്കിലും എനിക്ക് കാര്യമായി രോഗശമനമുണ്ടായില്ല. വീണ്ടും എൻ്റെ നെഞ്ചിൽ ഒരു വലിയ മുഴ പ്രത്യക്ഷപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു അമലയിൽ പോയി ചികിത്സ നേടുക. എന്നാൽ എൻ്റെ വിശ്വാസികളായ സ്നേഹിതരുടെ പ്രേരണയാൽ ഞാൻ അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. അവിടെയുള്ള ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേർന്നു. ആ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, കഴുത്തിൽ വീണ്ടും വീണ്ടും മുഴ വരുന്ന ഒരു സഹോദരനെ യേശു സുഖപ്പെടുത്തുന്നു എന്ന്. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ കഴുത്തിൽ നോക്കിയപ്പോൾ എൻ്റെ കഴുത്തിലും നെഞ്ചിലും ഉണ്ടായിരുന്ന മുഴകൾ പരിപൂർണമായും അപ്രത്യക്ഷമായിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ ഇപ്പോൾ 4 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും എൻ്റെ ശരീരത്തിൽ മുഴയോ അതിനെ തുടർന്നുള്ള മറ്റ് അസ്വസ്ഥതകളോ എന്നെ അലട്ടിയിട്ടില്ല. ഹല്ലേലൂയ. തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിൽ നിന്ന് ഇതാ ഒരു എളിയ പൈതൽ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ അഭിഷേകാഗ്നി സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് 68 വയസ്സുണ്ട്. എൻ്റെ ഭാര്യ ക്യാൻസർ രോഗത്തെ തുടർന്ന് 5 വർഷം മുമ്പ് മരിച്ചുപോയി. ഇപ്പോൾ ഞാനും മകനുമാണ് ഭവനത്തിലുള്ളത്. കടബാധ്യതയിലാണ് ഞാൻ കഴിയുന്നത്. എൻ്റെ ആധാരം ബാങ്കിൽ പണയം വെച്ചിരിക്കുകയായിരുന്നു. ബാങ്കിൽ പണം തിരിച്ചടക്കേണ്ടതിൻ്റെ ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ വസ്തു ലേലത്തിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു. 15 ദിവസത്തിനുള്ളിൽ നടപടികളുണ്ടാകുമെന്നും അതിൽ പറഞ്ഞിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം
ഇത് തിരിച്ചടയ്ക്കുവാൻ എൻ്റെ മുമ്പിൽ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ തളർന്നു പോയി. ആ ആഴ്ചയിൽ ഞായറാഴ്ചയിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ 40 ദിവസം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച ഒരു മകൻ്റെ അനുഭവ സാക്ഷ്യം അച്ഛൻ വായിക്കുന്നത് കേട്ടു. ഞാനും വിശ്വാസത്തോടെ എൻ്റെ കുടുംബത്തിലെ ഈ കഠിനമായ പ്രശ്നം സമർപ്പിച്ച് ഓരോ ദിവസവും 33 വിശ്വാസ പ്രമാണം വെച്ച് ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി ഞാനത് ചൊല്ലി പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് വഴി തുറക്കണമേ, ഇത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. 31-ാമത്തെ ദിവസം അളിയൻ്റെ മകൻ എൻ്റെ ഭാര്യയുടെ ഷെയർ 3 ലക്ഷം രൂപ തരാമെന്നും നിങ്ങളെല്ലാവരും ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞ് വിളിച്ചു. എനിക്കോ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാത്ത ഒരു തുകയാണിത്. ദൈവം ഞങ്ങളുടെ ആ കഠിനം ഞെരുക്കത്തിൽ നിന്ന് ഞങ്ങൾ അത്ഭുതകരമായി പുറത്തു കടത്തി. ഇന്ന് ഞങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്നു. ഈ പ്രോഗ്രാമിലൂടെ എൻ്റെ സ്നേഹിതരായ അനേകം വ്യക്തികളുടെ ജീവിതത്തിലും ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട്. അതുപോലെ ഷുഗർ രോഗിയായിരുന്ന എനിക്ക് പല്ലെടുത്തതിനെ തുടർന്ന് വങ്ങ തുറക്കാൻ പറ്റാതെ ഒരാഴ്ചയോളം ഞാൻ കഷ്ടപ്പെട്ടു. ആ ആഴ്ചയിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. കണ്ണുനീരോടെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രോഗ്രാം തീർന്ന ക്ഷണത്തിൽ തന്നെ എൻ്റെ വാ തുറക്കപ്പെട്ടു. എൻ്റെ വായിലെ വേദനകൾ മാറി. എനിക്ക് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും തക്കവണ്ണം സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. എറണാകുളത്ത് നിന്ന് ജേക്കബ് KV സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഫോട്ടോ വെച്ച് ഫുൾ അഡ്രസ്സ് എഴുതി ജേക്കബ് ഏട്ടൻ തൻ്റെ അനുഭവം രേഖപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള ദൈവവചന പ്രഘോഷണ ശുശ്രൂഷകളുടെ സമയത്തും രോഗങ്ങൾ സൗഖ്യപ്പെട്ടവർ അവർക്കുണ്ടായ അനുഭവങ്ങൾ ദൈവജനത്തോട് കത്തുകൾ വഴിയോ നേരിട്ടോ വെളിപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുന്ന സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലും കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലും വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ നിമിഷങ്ങളിൽ ദൈവം തെരഞ്ഞെടുത്ത മക്കളെ നമുക്കൊരുമിച്ച് സ്വർഗത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ കാലങ്ങളായി ഇതിൻ്റെ വിശ്വാസം മങ്ങിപ്പോയൊരു സാഹചര്യമാകാം. ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധം ഹൃദയം കല്ലിച്ചു പോയ അന്തരീക്ഷമായിരിക്കാം. ഒരുപക്ഷെ ദൈവത്തോടുള്ള അടുപ്പം കുറഞ്ഞ് മനസ്സിൽ വേദനയും വലിയ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും ആയിരിക്കാം. വലിയ ശാരീരിക രോഗങ്ങളിൽ നീ വേദന അനുഭവിക്കുന്ന സാഹചര്യമാകാം. ഒരുപക്ഷെ ആശുപത്രിയിലോ ഒരുപക്ഷെ കഠിനമായ തരത്തിൽ കുടുംബ പ്രശ്ന നിമിത്തം കണ്ണുനീരൊഴുക്കി ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യമോ ആയിരിക്കാം. എന്തുമാകട്ടെ, ഇപ്പോൾ കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിക്കുക. ഇത് അത്ഭുതകരമായി ദൈവം ഇടപെടുന്ന സമയമാണ്. എല്ലാ ദൈവമക്കളും സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ കുട്ടികൾ സ്തുതിക്കട്ടെ. യുവതീവാക്കന്മാർ, കുടുംബനാഥന്മാർ, കുടുംബനാഥകളും കുടുംബം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. സമൂഹം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുലിഖിതം. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ഓ പിതാവേ, ഈ സമൂഹത്തിൽ അളവുകൾ കൂടാതെ അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുലിഖിതം. ഇത് പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഓ പിതാവേ, ഓ കർത്താവേ, ഇപ്പോൾ ഈ സമൂഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ആത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവാഹം ഉണ്ടാകാൻ അവിടുന്ന് തന്നെ ഇടപെടണമേ. ആത്മാവിൻ്റെ പ്രവാഹം മങ്ങിപ്പോയവർ, ആത്മാവിൻ്റെ സ്പർശനങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയവർ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചവർ, പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിച്ച് കളഞ്ഞവർ, ദൈവരാജ്യം വിട്ടുകളഞ്ഞവർ, ഉറകെട്ടുപോയി ഉപ്പ് പോലെ ജീവിതം അന്നിച്ചു പോയവർ, എല്ലാവരുടെ മേലും ആത്മാവിൻ്റെ ഒരു പുതിയ പ്രവാഹം വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിന് മേൽ വ്യാപരിക്കണമേ. വചനം കേൾക്കാൻ തടസ്സപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും മകനോ മകളോ ഇപ്പോൾ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ തടസ്സം അനുഭവിക്കുന്ന ഏതെങ്കിലും മകനോ മകളോ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ, ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ സാത്താൻ
കെട്ടിയിട്ടിരിക്കുന്ന ആരെങ്കിലും ഈ സമൂഹത്തിലെങ്കിൽ ഇപ്പോൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താന്യ പീഡകൾ ഇപ്പോൾ ഈ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ജെറമിയ പ്രവചനത്തിൽ 50-ാം അധ്യായത്തിലെ 32-ാം തിരുലിഖിതം, അഹങ്കാരി നീ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയുമായി ഞാൻ സംസാരിക്കാൻ ഇടവന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർ കൂടെയുണ്ട്. അതിനെ നേഴ്സിംഗ് പഠിപ്പിച്ച് അതിനെ വിദേശ രാജ്യങ്ങളിൽ വിട്ട് അതിനിപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്. അത് ഈ അടുത്ത കാലത്തായി ഒരു കഠിനമായ ബന്ധനത്തിൽ ചെന്ന് അകപ്പെട്ട് അതിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം അത് മങ്ങിപ്പോയി. ഇപ്പോൾ അത് കഠിനമായ തരത്തിലുള്ള ചില കടുംപിടുത്തത്തിൻ്റെ ഉടമയായി മാറി ആ കുട്ടി നിമിത്തം ദിവസങ്ങളോളം കണ്ണുനീർ വാർത്ത മാതാപിതാക്കന്മാരും ബന്ധുക്കളും ആ കുട്ടിയെ ഒരു നാൾ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ച്, കുട്ടി, നീ ഇങ്ങനെ ചെയ്താൽ നിൻ്റെ അപ്പൻ്റെ മനസ്സ് വേദനിക്കില്ലേ? നീ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയാൽ, നീ ഇങ്ങനെയുള്ള ചില കൂട്ടുകെട്ടുകളുമായി മുന്നോട്ട് പോയാൽ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ അമ്മയും നിൻ്റെ കൂടപ്പിറപ്പുകളെല്ലാം കണ്ണുനീരൊഴുക്കില്ലേ? അപ്പോൾ യാതൊരു കൂസലും കൂടാതെ കുട്ടി പറയാണ്, അവർ കണ്ണുനീരൊഴിക്കാൻ എനിക്കെന്താണ്? അവരുടെ ഹൃദയം വേദനിച്ച് എനിക്കെന്താണ്? അവരുടെ ഹൃദയം വേദനിക്കാതെ നോക്കേണ്ടത് അവരുടെ കാര്യം, എൻ്റെ കാര്യം നോക്കേണ്ടത് എൻ്റെ കാര്യം. ഒരു വക തട്ടുത്തരം പറയുന്ന പ്രകൃതം ആ കുട്ടിയെ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നിഷേധത്തിൻ്റെ ആത്മാവ്. നിഷേധത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിൽ ഓരോ കുടുംബവും, ഓരോ സമൂഹവും, ഓരോ ഇടവകകളും, ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും തകർക്കാൻ, കണ്ണുനീർ വാർക്കാൻ സാത്താൻ വളരെ കൗശലപൂർവ്വം കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുന്ന അരൂപിയാണ്, നട്ടുപിടിപ്പിക്കുന്ന ആത്മാവിൻ്റെ പേരാണ് നിഷേധത്തിൻ്റെ ആത്മാവ്. ഈ നിഷേധത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി ഒരു നിഷേധിയായി മാറും. തൊട്ടതിനും പിടിച്ചതിനെല്ലാം നിഷേധത്തരം പറയുന്ന ഒരു സ്വഭാവത്തിനുടമയായി ഞാനും നിങ്ങൾ മാറും. ഇത് ഞാനും നിങ്ങളും വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, പ്രാർത്ഥനാ ജീവിതത്തിലുണ്ട്. തിമോത്തിയോസിന്റെ 2-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള തിരുലിഖിതങ്ങൾ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ ദിനങ്ങളുണ്ടാകും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും വിശുദ്ധിയില്ലാത്തവരുമായ മക്കളുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരുമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രത്യേക തരത്തിലുള്ള അരൂപി അവസാന നാളുകളിൽ ജനത്തെ പീഡിപ്പിക്കുമെന്ന് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മ പറയുകയാണ്. നിഷേധത്തിൻ്റെ ആത്മാവ്, ധാർഷ്ട്യത്തിൻ്റെ ആത്മാവ്. വിശുദ്ധ ലിഖിതത്തിൽ ഇതിനെക്കുറിച്ച് പല മുന്നറിയിപ്പുകൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. നിഷേധത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്ന് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി മറ്റാരുടെ ഉപദേശത്തിനും ചെവി കൊടുക്കാൻ മനസ്സില്ലാത്ത വിധം അടഞ്ഞ ചെവിയുള്ള ഒരു മനുഷ്യനായി മാറും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അവർ സാധാരണ പറയുന്ന രീതി, എന്നെ ആരും പഠിപ്പിക്കാൻ നോക്കണ്ട, എനിക്കറിയാം എങ്ങനെ പോകണമെന്ന്, എനിക്കറിയാം പള്ളി പോകണമെന്ന്. പള്ളി പോകാൻ പറഞ്ഞാൽ, സന്ധ്യാപ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞാൽ, ബൈബിൾ വായനയുടെ കാര്യം പറഞ്ഞാൽ, കുംഭസാരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ
നിത്യജീവനെ കുറിച്ച് പറഞ്ഞാൽ ദൈവരാജ്യ സംബന്ധമായ എന്ത് കാര്യങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചാലും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിയ ദുർഗന്ധക്കുഴിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് പോലെ പുറത്തേക്ക് വരുന്ന തുരുതുരാന്ന് വരുന്ന അഴുക്ക് വാക്കുകൾ എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം, എൻ്റെ കാര്യം. ഇങ്ങനെ മാതാപിതാക്കന്മാരോടും ബഹുമാന്യരും വളരെ ഉന്നതനുമായ ഗുരുഭൂതന്മാരോടെല്ലാം തട്ടുത്തരം പറയുന്ന പ്രകൃതം അവരുടെ ഉള്ളിൽ ശക്തി പ്രാപിക്കും. യെശയ്യാ പ്രവചനത്തിൽ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 47-ാം അധ്യായം 10-11 തിരുലിഖിതങ്ങൾ. ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി, ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു. നിന്റെ ജ്ഞാനവും നിന്റെ അറിവും നിന്നെ വഴിതെറ്റിച്ചു. ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു. രക്ഷപ്പെടാൻ വയ്യാത്ത നാശം നിനക്ക് വന്ന് ഭവിക്കും. അപരിഹാര്യമായ അത്യാഹിതം നിനക്ക് സംഭവിക്കും. അപ്രതീക്ഷിതമായ വിനാശം നിന്റെ മേൽ വന്നു പതിക്കും. ചെറുപ്പം മുതലേ നിനക്കിതായിരുന്നു ഇഷ്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരുടെ ജീവിതത്തിൻ്റെ ബേസിക് സ്വഭാവമാണിത്. നിഷേധ സ്വഭാവം, ഒന്നിനും വഴങ്ങാത്ത പ്രകൃതം, ഒന്നിനും വിധേയപ്പെടാൻ പറ്റാത്തൊരു പ്രകൃതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ കനത്ത നാശം വധിക്കുന്ന തിന്മയുടെ ഒരു സ്വാധീനമാണിത്. ഈ നിഷേധത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, എന്നെയും നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, എനിക്കും നിങ്ങൾക്കും അനുഭവപ്പെടുന്ന ചില അവസ്ഥകൾ നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇന്ന് പള്ളിയിൽ പോ. ഉടനെ പറയും, ഓ ഇന്ന് പോയിട്ട് എന്താ കാര്യം, ഓ അച്ഛൻ പറഞ്ഞെല്ലാം കേൾക്കാൻ വേണ്ടി ഇതിനെ പോണേ. ഇന്ന് നമുക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകണം, പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കും. ഉടനെ ഓ സന്ധ്യാപ്രാർത്ഥന ചെയ്തില്ല ഇപ്പം എല്ലാവരും അങ്ങോട്ട് നന്നാകണത്. ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് പറയണത് ഇടവകപ്പള്ളി ധ്യാനം നിൽക്കുക, ധ്യാനത്തിന് പോ. ഉടനെ ഉള്ളിലിരുന്ന് ഈ നിഷേധത്തിൻ്റെ ആത്മാവ് പറയും, ഓ പള്ളി പോയാ ധ്യാനത്തിന് പോയപ്പോൾ എന്ത് കിട്ടാനാ. എല്ലാത്തിനോടും ഒരു നിഷേധത്തരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിഷേധത്തരം വീണ്ടും വീണ്ടും ഞാനും നിങ്ങളും ദൈവം തരുന്ന ഒരു 100,000 രക്ഷപ്പെടാനുള്ള, മാനസാന്തരപ്പെടാനുള്ള ഒരു 100,000 അവസരങ്ങൾ ദൈവം തരുന്നത് പാഴാക്കി ഈ നിഷേധത്തരം വീണ്ടും വീണ്ടും ഞാനും നിങ്ങളും മുറുകെ പിടിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമ്യാ പ്രവചനത്തിൽ 13-ാം അധ്യായത്തിൽ 16 മുതൽ തിരുലിഖിതങ്ങളിൽ കർത്താവ് ഒരു അന്ത്യശാസനം ഇങ്ങനെയുള്ളവർ കൊണ്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറി മാറി നിഷേധത്തിൻ്റെ ആത്മാവിനെ പിടിയിലമർന്ന് ഞാനും നിങ്ങൾ നിഷേധത്തിൻ്റെ വഴിയോടെ തന്നെ മുന്നോട്ട് നീങ്ങിയാൽ ഒരു നാൾ രക്ഷപ്പെടാൻ ഞാനും നിങ്ങൾ ആഗ്രഹിക്കും. ഒരു നാൾ ഈ ജീവിത രീതി എല്ലാം ഒരു വലിയ ചതിയായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന കാലം വരും. പക്ഷേ അന്ന് രക്ഷപ്പെടാനാവാത്ത വിധം നാശക്കുഴിയിൽ നിബന്ധിച്ചിരിക്കും. ദാനിയേൽ പ്രവചനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒരു രംഗം കാണുന്നുണ്ട്. ബൽഷാസർ രാജാവ് പിതാവായ നെബൂഖദ്നേസറിൻ്റെ കാലത്ത് ദൈവഹിതത്തിനൊക്കെ വഴങ്ങി നെബൂഖദ്നേസറിൻ്റെ കാലത്ത് ഐശ്വര്യവും അനുഗ്രഹവും ഉയർച്ചയുണ്ടായി. അതിൽ മതിമറന്നവൻ ഇരിക്കുകയാണ്. അവനങ്ങനെ മതിമറന്നിരിക്കുമ്പോൾ അവന് മദ്യപാനത്തിന് സാധാരണ പാത്രങ്ങൾ പോരാ. അവൻ്റെ നിഷേധത്തരം വളരെ പ്രകടമായി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി അവൻ ഭൃത്യന്മാരോട് കൽപ്പിച്ചു, ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ആ വിശുദ്ധ പാത്രങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ വിശുദ്ധ പാത്രങ്ങളെടുത്ത് അതിൽ അവനും ഉപനാരികളും മദ്യം കഴിച്ച് അങ്ങനെ ആ വിശുദ്ധ പാത്രങ്ങളോട് നിഷേധത്തരം, നിന്ദ, അവജ്ഞ, അതിനെ നിന്ദിക്കുന്ന പ്രവർത്തികൾ അവർ ചെയ്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ വിധിവാചകം തൽക്ഷണം തന്നെ ഒരു കരം ഭിത്തിയിൽ രേഖപ്പെടുത്തി. അതാണ് ദാനിയേൽ പ്രവചനത്തിൽ 5-ാം അധ്യായത്തിൽ 24 തൊട്ട് 27 വരെ തിരുലിഖിതങ്ങൾ.
മെനെ മെനെ തെഗേൽ പാർസീൻ, ഇതാണ് അതിൻ്റെ അർത്ഥം. ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അന്ത്യം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്നെ തുലാസിൽ തൂക്കി നോക്കി കുറ്റമുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും അസീറിയക്കാർക്കും അവിടുന്ന് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, നീ നിഷേധത്തിൽ വളർന്ന് അങ്ങറ്റത്തെത്തുമ്പോൾ പൊടുന്നനെ ഒരു ദിവസം എല്ലാം നിന്നിൽ നിന്ന് പിടിച്ചു പറിക്കപ്പെടുന്ന പോലെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിൽ നീ വേദനിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവവചനം മുന്നറിയിപ്പ് നൽകുകയാണ്, നിഷേധി, നീ കാലുതട്ടി വീഴും, നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ദൈവവചനം വീണ്ടും വീണ്ടും എന്നെ നിങ്ങൾ ഉത്ബോധിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നീ ദൈവരാജ്യ കാര്യങ്ങളുടെ മുമ്പിൽ ദുശാഠ്യം പിടിക്കരുത്. നീ ദുശാഠ്യം പിടിക്കരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3:27, ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാ ഈ സമൂഹത്തിൻ്റെ മേൽ ഇപ്പോൾ അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. കാലങ്ങളായി ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുശാഠ്യത്തിൻ്റെ, നിഷേധത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, താൻ പോരിമഭാവത്തിൻ്റെ, വിമത സ്വഭാവത്തിൻ്റെ ഓരോ പീഡകളെയും ദുർബാധകളെയും ദുർഭൂതങ്ങളെയും അവിടുന്ന് ഇപ്പോൾ ആട്ടിപ്പായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിലേക്ക് ആത്മാവിൻ്റെ പ്രവാഹം ഉണ്ടാകട്ടെ. ഈ സമൂഹങ്ങളിലേക്ക് ആത്മാവിൻ്റെ പ്രവാഹം ഉണ്ടാകട്ടെ. അനുസരിക്കാൻ പറ്റാത്ത വിധം ഒന്നിനും വഴങ്ങാത്തവരായി എല്ലാത്തിനും തട്ടുത്തരം പറഞ്ഞ് നിഷേധിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും നിഷേധത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ അരികിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ആ രോഗികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കഠിന തരത്തിലുള്ള പൈശാചിക പിടകൾ, ദുർസ്വഭാവങ്ങൾ, മദ്യപാനം, വെറുപ്പ്, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കഠിന പൈശാചിക പീഡകളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ വിടുതലിനായി പ്രാർത്ഥിക്കുവിൻ. പ്രിയ ദൈവമക്കളെ, യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് അത്ഭുതകരമായ ശക്തി പുറപ്പെട്ട് വിടുതലിനായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിമിഷമാണിത്. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ അത്ഭുതകരമായ ശക്തി പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവമക്കളുടെ മേൽ അയച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത രക്തത്തിൻ്റെ ശക്തി ഈ രോഗികളുടെ മേലും കുടുംബാംഗങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഇപ്പോൾ കണ്ണുനീരിലും വലിയ പൈശാചിക പീഡകളിലും അന്ധകാരത്തിൻ്റെ ഭാരങ്ങളിൽ ഇരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus. എൻ്റെ പേര് എൽസി. അങ്കമാലി കാവരപ്പറമ്പിൽ നിന്നാണ് ഞാൻ വന്നത്. ഞാൻ പോരുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ. 30 വർഷമായി ഞാൻ ശ്വാസം മുട്ടലിന് അടിമയായിട്ട്. 30 വർഷമായിട്ട് ശ്വാസം മുട്ടൽ പറയുന്ന പീഡ. 4 ഗുളിക 5 ഗുളികയൊക്കെ ഒരു ദിവസം കഴിക്കും. വലിക്കണ മരുന്ന് ഇതെല്ലാം ഇതെല്ലാം കെട്ടി ചുമന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ധ്യാനം കൂടാൻ ഭയങ്കര ആഗ്രഹമായിട്ടാണ് പോകുന്നത്. ഈ ധ്യാനം കൂടാൻ ഒരു ഫാൻ്റെ കാറ്റടിക്കാൻ പാടില്ല. എല്ലാ ദിവസവും എനിക്ക് കുളിക്കാൻ പാടില്ല. അങ്ങനെ ഭയങ്കര ഇത് കൂടാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ പോകുന്നത്. എങ്കിലും എല്ലാം കെട്ടി ചുമന്നുകൊണ്ട് ഞാൻ പോകുന്നു. ഒരുപാട് മരുന്നായിട്ടാണ് പോകുന്നത്. ഒരു ഭാഗിക സാധനങ്ങൾ, പിന്നെ ഒരുപാട് മരുന്ന്. എന്താ സ്ഥിതി ചിന്തിച്ചോ? ഇവിടെ വന്ന് എല്ലാ ദിവസവും ഞാൻ കുളിച്ചു.
ഫാൻ്റെ കാറ്റടിച്ചു. രാത്രിയിൽ 12 മണിക്കൊക്കെ എണീറ്റ് ഗുളിക കഴിക്കേണ്ടതാണ്. ഇതൊന്നും ഞാൻ കഴിക്കണ്ടില്ല. നല്ല ഉറക്കമായിരുന്നു എനിക്ക് ഇവിടെ വന്നിട്ട്. തുള്ളിച്ചാടി ഞാൻ സ്തുതിച്ചു. അപ്പോഴൊന്നും എനിക്ക് ശ്വാസം മുട്ടലുണ്ടായില്ല. ഭാഷാപരവും കിട്ടി എനിക്ക് സ്തുതിച്ചുകൊണ്ടിരുന്നു. അനുഭവം കൊടുത്തു. മരുന്ന് കൊണ്ട് വന്ന് മരുന്നില്ലാത്ത ഫ്രീ ആയിട്ട് പോകണം. ഹല്ലേലൂയ. Hallelujah, Maranatha. Come, Lord Jesus.